ഈ FIR ഇൻവാലിഡ് ആണെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. സംഭവം കഴിഞ്ഞിട്ട് ഒരു മെഡിക്കൽ സാങ്ഷൻ നടത്താനും കഴിഞ്ഞിട്ടില്ല. വർഷം 1.5 ആയി കഴിഞ്ഞു. അപ്പോൾ മെഡിക്കൽ എവിഡൻസ് കമ്പൽസറി ആയിട്ട് വേണ്ടതാണ്. അതിന് അഭാവം ഇവിടെ ഉണ്ടായി. ഇല്ല, പ്രോസിക്യൂഷൻ എന്ത് തെളിവ് ഹാജരാക്കിയാലും അതിന് വിലയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ അവരെ എംബസിയിലുള്ളവരൊന്നും അല്ല. SHOയ്ക്ക് ബോധ്യപ്പെടണം. അല്ലാതെ തോന്നുന്നിടത്ത് പോയി ഒപ്പിട്ട് കൊടുത്താൽ ഒക്കില്ല എന്നാണ് പറയുന്നത്. രാഹുലിനെതിരായിട്ട് പല പരാതികളും വന്നിട്ട് ഇനിയും ധാരാളം വരും എന്നൊക്കെ പറഞ്ഞ് ഒരാളുടെ സ്വാതന്ത്ര്യത്തെ നമുക്ക് തടയാൻ പറ്റില്ല. ഒരു കോടതിക്ക് അയാൾ മുൻ കുറ്റവാളിയാണ്, അയാൾ കുഴപ്പക്കാരനാണ്, അല്ലെങ്കിൽ അയാളുടെ ഹിസ്റ്ററി മോശമാണ് എന്നൊക്കെ പറയുമെങ്കിൽ അതിന് മുൻ കുറ്റത്തിൽ ശിക്ഷ വേണം. രാഹുലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ശിക്ഷയില്ലല്ലോ. ലൈംഗിക പീഡന കേസിൽ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിൽ തന്നെ കഴിയേണ്ടി വരുന്ന സ്ഥിതിയാണ്. രാഹുലും യുവതിയുമായി പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നുവെന്നതിന് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പ്രതിഭാഗം ഹാജരാക്കിയിരുന്നു. എന്നാൽ പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന് കോടതി ജാമ്യം നിഷേധിച്ചു. പ്രതി സ്ഥിരം കുറ്റക്കാരനാണ് എന്നും കൂടുതൽ പരാതികൾ രാഹുലിനെതിരെ വരുന്നുണ്ട് എന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. പ്രതി MLA ആണെന്നും ആവശ്യപ്പെടുന്ന സമയത്ത് കോടതിയിൽ ഹാജരാകുന്ന ആളാണ് എന്നും കേസ് നിലനിൽക്കുന്നതല്ല എന്നും ജാമ്യം നൽകണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ വാദിച്ചു. എന്നാൽ പ്രതിക്ക് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും വാദിയെ ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ട് എന്നും സെഷൻസ് കോടതിയിൽ വിസ്തരിക്കേണ്ട കേസാണ് ഇതെന്നും പറഞ്ഞ് അന്വേഷണ സംഘത്തിന് വേണ്ടി പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ എതിർത്തു. ഇനി തിങ്കളാഴ്ച രാഹുൽ മേൽക്കോടതിയെ സമീപിക്കുകയാണ്. ഈ വിഷയം തന്നെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. ഇന്റർവ്യൂവിലേക്ക് പോകുന്നതിന് മുൻപ് പ്രേക്ഷകരോട് ഒരു കാര്യം എപ്പോഴത്തെയും പോലും ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കാനോ അതിജീവിതമാരെ വിമർശിക്കാനോ ഉള്ളതല്ല ഈ ഒരു ഇന്റർവ്യൂ. മറിച്ച് ഈ ഒരു കേസിന്റെ നിയമവശം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ജോർജ് ജോസഫ് സാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ FIR ഇട്ടതു മുതൽ നിയമപരമല്ലാതെയായിരുന്നു പോലീസിന്റെ നടപടികൾ എന്ന് സാർ തന്നെ സൂചിപ്പിച്ചതാണ്. FIR നിലനിൽക്കില്ല എന്നും പറഞ്ഞിരുന്നു. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിച്ചില്ല. അത് എന്തുകൊണ്ടായിരിക്കാം? ഞാൻ വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത്. കാരണം ഈ സംഭവം നടന്ന 2024 ഏപ്രിൽ ആകുമ്പോൾ തീർച്ചയായിട്ടും അത് പഴയ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് FIR എടുക്കാൻ കഴിയില്ല. പുതിയ BNSS പുതിയ നിയമം അനുസരിച്ച് വേണം FIR എടുക്കാൻ. അങ്ങനെ FIR എടുക്കുമ്പം ചില 3 കണ്ടീഷൻ പറയുന്നുണ്ട്. ആ 3 കണ്ടീഷനിൽ ഒന്ന്, അത് മൊഴി നേരിട്ട് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്കൽ മെത്തേഡിൽ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഇലക്ട്രോണിക്കൽ മെത്തേഡിലാണ് വന്നത്. ഇലക്ട്രോണിക്കൽ മെത്തേഡിൽ കൂടെ ഒരു മൊഴി വന്നാൽ ആ മൊഴി കൊടുത്തയാൾ 3 ദിവസത്തിനകം SHO അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ചാർജുള്ള ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ വന്ന് മൊഴി കൊടുത്ത് ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ ഒപ്പിടുന്ന സന്ദർഭത്തിൽ അത് വീഡിയോഗ്രാഫി ചെയ്യണമെന്നുണ്ട്. ആ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സ്ത്രീയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു സ്ത്രീ പോലീസ് ഉദ്യോഗസ്ഥയായിരിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പം ഈ FIR ഇൻവാലിഡ് ആണെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. രണ്ടാമത്തെ കാര്യം, ഈ സംഭവം കഴിഞ്ഞിട്ട് ഒരു മെഡിക്കൽ സാങ്ഷൻ നടത്താനും കഴിഞ്ഞിട്ടില്ല. വർഷം 1.5 ആയി കഴിഞ്ഞു. അപ്പോൾ മെഡിക്കൽ എവിഡൻസ് കമ്പൽസറി ആയിട്ട് വേണ്ടതാണ്. അതിന് അഭാവം ഇവിടെ ഉണ്ടായി. ഇതിന് ആ പെൺകുട്ടി, എനിക്ക് തോന്നുന്നത് കാനഡയിൽ എവിടെ ആണെന്ന് തോന്നുന്നു ജോലി ചെയ്യുന്നത്. ആ കുട്ടി ഇവിടെ ഇലക്ട്രോണിക്സ് മെത്തേഡിൽ ഇലക്ട്രോണിക്സ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് മൊഴി കൊടുത്തെങ്കിലും 3 ദിവസത്തിനകം ഇവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തില്ല. അതുകൊണ്ട് ആ FIR ഇൻവാലിഡ് ആണ് എന്നാണ് ഞാൻ പറയുന്നത്. അത് ഹൈക്കോടതിയിലാണ് അത് കൊണ്ടുപോയി കൊടുക്കേണ്ടത്. ആ FIR റദ്ദ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക്കീൽ ഹൈക്കോടതിയിൽ പോയില്ല. FIR നിലനിൽക്കുന്നതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ നിയമം അനുശാസിക്കുന്ന തരത്തിലല്ലാതെ നടത്തിയ അറസ്റ്റിനെ ന്യായീകരിക്കുന്നതാണോ ജാമ്യം റദ്ദാക്കൽ? അതോ പുറത്തു വന്നതിലും അപ്പുറം എന്തെങ്കിലും നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമോ? ഇല്ല, പ്രോസിക്യൂഷൻ എന്ത് തെളിവ് ഹാജരാക്കിയാലും അതിന് വിലയില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം FIR കൃത്യമായിട്ട് ക്രിമിനൽ അല്ലെങ്കിൽ ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ അല്ല പുതിയ BNSSൽ കൂടെ പറയുന്ന വിധത്തിലല്ലേ രജിസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ആ കേസിന് ആ FIRന് വിലയുണ്ടോ? വിലയില്ല എന്നാണ് ഞാൻ കരുതുന്നത്.
ഇവിടെ ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴി വീഡിയോ കോൺഫറൻസിംഗ് വഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇമെയിൽ പരാതിയിൽ 3 ദിവസത്തിനകം പരാതിക്കാരി നേരിട്ട് ഹാജരായി ഒപ്പിടണമെന്ന വ്യവസ്ഥ പാലിച്ചിട്ടില്ല എന്നും അതിനാൽ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നുമാണ് രാഹുലിന്റെ വാദം. സാറും ഇക്കാര്യം നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ പരാതിയിൽ ഇലക്ട്രോണിക് ഒപ്പ് രേഖപ്പെടുത്തിയിരുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത കേസ് നിലനിൽക്കും എന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. ഇത് എങ്ങനെയാണ് ശരിയാകുന്നത്? ഇത് ശരിയാകും? ആ പ്രോസിക്യൂഷൻ വാദം ശരിയല്ല. കാരണം അത് ഒപ്പിട്ട് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് ആ മൊഴി ഇലക്ട്രോണിക്സ് ആയിട്ട് ഒരു മൊഴി അയച്ചിട്ടുണ്ടെങ്കിൽ അവർ നേരിട്ട് വരുമ്പോൾ അവരുടെ മൊഴി പ്രത്യേകമായിട്ട് വീണ്ടും രേഖപ്പെടുത്തിയിട്ട് അതിനകത്ത് അവർ ഒപ്പിട്ട് കൊടുക്കണം. അതിന് പകരം SHOയ്ക്ക് പകരം ഇന്ത്യൻ എംബസിയിലെ ഒരാൾ അവിടുത്തെ പ്രോട്ടോകോൾ ഓഫീസറോ ആരെങ്കിലും വേറെ ഒരാളുടെ മുമ്പിലും അത് ഒപ്പിട്ട് കൊടുത്തുന്നത് അത് ഇൻവാലിഡാണ്, അതിന് വിലയില്ല എന്ന് തന്നെ. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ അവരെ എംബസിയിലുള്ളവരൊന്നും അല്ല. SHOയ്ക്ക് ബോധ്യപ്പെടണം. അല്ലാതെ തോന്നുന്നിടത്ത് പോയി ഒപ്പിട്ട് കൊടുത്താൽ ഒക്കില്ല എന്നാണ് പറയുന്നത്. SHOയ്ക്ക് അത് ബോധ്യപ്പെടണം. SHOയുടെ മുമ്പിലാണ് ആ മൊഴി കൊടുക്കേണ്ടത്. ഇലക്ട്രോണിക്സ് വന്ന കാര്യം SHO അറിഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ SHO അതിൻ്റെ കണ്ടൻസ് അറിഞ്ഞുകൂടല്ലോ. ആ പറഞ്ഞ വിവരമെല്ലാം നേരിട്ട് അവരുടെ മുഖതാവി കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അവരുടെ മുഖതാവി കേട്ടിട്ട് SHOയ്ക്ക് അത് പൂർണ്ണ ബോധ്യം വരണം. അങ്ങനെയാണ് ആ നിയമപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഒരു FIR എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അത് മുഖവിലയ്ക്ക് ഞാൻ എടുക്കുന്നില്ല, അതിനകത്ത് തെല്ലും സത്യമില്ലെന്ന് എനിക്ക് തോന്നി, ഞാൻ അന്നേരം തന്നെ അത് റെഫർ ചെയ്ത് കളയും. അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ആ മൊഴി തന്നെ അവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുവന്നത് ശരിയല്ല. അങ്ങനെയാണ് നിയമപുസ്തകങ്ങളിലൊക്കെ പറയുന്നത്. നമ്മളങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അറസ്റ്റ് നിയമവിരുദ്ധമാണ്. കാരണം കൃത്യമായ നിയമപുസ്തകത്തിൽ പറയുന്ന രീതിയിലുള്ള ഒരു FIR ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിന് പിന്നീട് ആ ഇലക്ട്രോണിക്സിലായിട്ട് വരുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അത് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത ഒരു അറസ്റ്റ് നിയമവിരുദ്ധം തന്നെ. എന്ത് ന്യായീകരണം പറഞ്ഞാലും ശരി, അത് നിയമവിരുദ്ധം തന്നെ. സർ, വീഡിയോ കോൺഫറൻസിംഗ് വഴി രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന അപേക്ഷയും പരാതിക്കാരി തിരുവല്ല കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് നിലനിൽക്കുമോ നിയമപ്രകാരം? അത് നിലനിൽക്കത്തില്ല. കാരണം അത് കോടതിയിലല്ല, ആ കോടതിയിൽ വരുന്ന പിന്നീടാണ്. SHOയുടെ മുമ്പിലല്ലേ കൊടുക്കേണ്ടത്. SHOയുടെ മുമ്പിൽ മൊഴി കൊടുത്തിട്ട് SHOയുടെ മുമ്പിൽ തന്നെ ഒപ്പിടണം. ആ ഒപ്പ് ഇടുന്ന അയാൾ കാണണം, അയാൾക്ക് ബോധ്യം വരണം. അല്ല വേറൊരു ആൾ ബോധ്യപ്പെട്ടാലാക്കല്ല. നിയമം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അത് പാലിച്ചിട്ടില്ല. അതുകൊണ്ട് കോടതിയുടെ ആ നിഗമനത്തോട് യോജിക്കാനായിട്ട് കഴിയില്ല. ജാമ്യം നിഷേധിച്ചുകൊണ്ട് യോജിക്കാൻ കഴിയുന്നില്ല. ഇവിടെ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പലതും കേസിനെ കുറിച്ചല്ല, രാഹുലിന്റെ സ്വഭാവത്തെ പരാമർശിക്കുന്നതാണ്. രാഹുലിനെതിരെ ഇനിയും പരാതികൾ വരുമെന്നൊക്കെയാണ് വാദം. അത്തരം കാര്യങ്ങൾ ഈ കേസിനെ ബാധിക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഈ കേസിനെ ഈ വാദങ്ങൾ ബാധിക്കും? അതൊന്നും ബാധിക്കത്തില്ല. കാരണം രാഹുലിനെതിരായിട്ട് പല പരാതികളും വന്നിട്ട് ഇനിയും ധാരാളം വരും എന്നൊക്കെ പറഞ്ഞ് ഒരാളുടെ സ്വാതന്ത്ര്യത്തെ നമുക്ക് തടയാൻ പറ്റില്ല. കള്ളന്മാർ എത്ര പേര് ശിക്ഷ അനുഭവിച്ചിട്ട് റോഡിൽ കൂടെ നടക്കുന്നുണ്ട്. അവൻ പിന്നെ മോഷ്ടിക്കാത്തടത്തോളം കാലം അവനെ പിടിക്കാൻ പറ്റത്തില്ലല്ലോ, അല്ല അവനെ ശിക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ, അല്ല അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്കൊരു ശിക്ഷയുണ്ട്, കൺവിഷൻ ഉണ്ടെങ്കിൽ അത് ഒരു ബാറല്ല. പിന്നീട് അദ്ദേഹത്തിനെ ഏതെങ്കിലും കേസിൽ ഇൻവോൾവ് ചെയ്യാതെ അദ്ദേഹം ജീവിക്കുന്നെങ്കിൽ പിന്നെ ഒന്നും പോലീസിന് ചെയ്യാനൊക്കില്ല. അയാൾ വീണ്ടും മോഷണത്തിനൊക്കെ പോകുന്നെങ്കിൽ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ പോലെ ഇനിയും കേസ് വരുന്നുണ്ട്. ചിലപ്പം വരുന്നുണ്ടായിരിക്കാം. 8-10 കേസ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഷ്ട്രീയപരമായ ഒരാളെ വിക്ടിമൈസ് ചെയ്യുമ്പം ധാരാളം ആൾക്കാർ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിട്ട് വരും. അവർ നിയമമൊന്നും നോക്കില്ല. അതിനോട് ചായ്വുള്ള പോലീസ് ഉദ്യോഗസ്ഥനും നിയമം നോക്കില്ല. പക്ഷേ മലീഷ്യസ് പ്രോസിക്യൂഷന് ശ്രമിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് ഈ കേസിൻ്റെ പര്യവസാനത്തിൽ കേസ് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ കോമ്പൻസേഷൻ കൊടുക്കേണ്ടിയും വരും. പരാതിക്കാരിയുമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം, ചട്ടവിരുദ്ധമായ അറസ്റ്റ് എന്നീ കാര്യങ്ങളാണ് പ്രതിഭാഗം ജാമ്യ ഹർജിയിലെ വാദത്തിനിടെ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ശബ്ദരേഖയും മറ്റ് ചാറ്റ് വിവരങ്ങളും ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്ഥിരം കുറ്റവാളി എന്ന പ്രോസിക്യൂഷൻ ആരോപണത്തിന് കഴമ്പുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് കോടതി എത്തുകയും ചെയ്തു. സമാന വകുപ്പുകളുള്ള മറ്റ് 2 കേസുകളുടെ കാര്യം ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ? രാഹുലിന് കൂടുതൽ കുരുക്കാകുമോ? ഒന്നും പോകത്തില്ല. അങ്ങനെ കോടതി ചിന്തിക്കാൻ പാടില്ലല്ലോ. കോടതിയുടെ മുമ്പിലുള്ള കേസിനെ പറ്റി പോരെ, മറ്റു സ്ഥലത്തുള്ള കേസിനൊന്നും കൺവിഷനില്ലല്ലോ. ഒരു കോടതിക്ക് അയാൾ മുൻ കുറ്റവാളിയാണ്, അയാൾ കുഴപ്പക്കാരനാണ്, അല്ലെങ്കിൽ അയാളുടെ ഹിസ്റ്ററി മോശമാണ് എന്നൊക്കെ പറയുമെങ്കിൽ അതിന് മുൻ കുറ്റത്തിൽ ശിക്ഷ വേണം.
രാഹുലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ശിക്ഷയില്ലല്ലോ. ഏതെങ്കിലും ഒരു കേസിന് ശിക്ഷയുണ്ടെങ്കിൽ കോടതിക്ക് ആ പരിഗണന എടുക്കാം. പക്ഷേ ഇവിടെ അത് പരിഗണന എടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായ ഒരു നടപടിയല്ല എന്നാണ് ഞാൻ പറയുന്നത്.